അപ്പം പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. No, everyone knows that actually. ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോഴത് ബഹ്റൈനിലാണ്, ബഹ്റൈനിലെ മനാമയിലാണ്. നമ്മുടെ വേൾഡ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ UAE നിന്നും ഒമാൻ പോയി തിരിച്ച് UAE വന്നു, അവിടുന്ന് സൗദി വന്നു, റിയാദിൽ നിന്നും ഇന്നലെ അങ്ങനെ നമ്മുടെ ഗോൾഡ് വിങ് റൈഡ് ചെയ്ത് ബഹ്റൈനിലെത്തി. വീഡിയോ കാണാത്തവർ കാണുക. അപ്പം ഗോൾഡ് വിങ് ഇവിടെ ഹോട്ടലിൽ വെച്ചിട്ടുള്ളത്. കാരണം ഇന്ന് നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടി നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലും കാണിച്ചിരുന്നു നവാഫ് ഭായ്. അപ്പം നവാഫ് ഭായ് ആണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളിപ്പോ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇവർ ദമ്മാം എന്നാണ് പറഞ്ഞത്. സച്ചിൻ ബ്രോ ഉണ്ട്, സാബിത് ബ്രോ ഉണ്ട്. ബാക്ക് സീറ്റ്, ബാക്ക് ബെഞ്ചേഴ്സ്, ഹായ് പറ. അങ്ങനെ പറ. അപ്പം ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ പ്രത്യേകത? ഇത് സൗദി അറേബ്യയിൽ ഈ വണ്ടിയൊക്കെ 3 പീസം കണ്ടുള്ളൂ. ഈ വണ്ടിന്റെ പുറത്ത് ഞാൻ കാണിച്ചിടാം. ഞാൻ കേട്ട ഭയങ്കര അത്ഭുതപ്പെട്ടു. ഇന്നലെ രാത്രി മൊത്തം എന്റെ കയ്യിലായിരുന്നു വണ്ടി. ഞാൻ അടുത്ത് കറങ്ങി കിട്ടി ഇവിടെ ഉറങ്ങുന്ന സമയത്ത്. അപ്പൊ എന്താണ് ബ്രോ പറയാനുള്ളത് ഈ വണ്ടിനെ പറ്റിട്ട്? ഇപ്പൊ കറന്റ്ലി 2 പീസാണുള്ളത്. 2 പീസ് സൗദിയിലുള്ളൂ. കറന്റ്ലി സാധനം ഇറങ്ങുന്നുണ്ട്. ഇതൊരു ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് എഡിഷൻ. ഏതാ മോഡൽ? ഏത്? 2025 അല്ല, GMC-ന്റെ 84 അൾട്ടിമേറ്റ്. 84 അൾട്ടിമേറ്റ്. 84 ഇറങ്ങുന്നുണ്ട്, പക്ഷെ അൾട്ടിമേറ്റ് കിട്ടാൻ പാടാ. ഓക്കെ, കിട്ടും, പക്ഷെ ഭയങ്കര ഇതാണ്. എന്താണ് ഫീച്ചർ എന്ത് ഇതിലുള്ളത്? ഇത് സ്പോർട്ടി എഡിഷൻ ആണ്. പിന്നെ ലക്ഷറി, സ്പോർട്ടി വിത്ത് ലക്ഷറി. നമ്മുടെ ഗോൾഡ് വിങ് എടുത്തിട്ട് ബഹ്റൈനിലെ സ്ട്രീറ്റിലേക്കൂടെ ഞാൻ ഇങ്ങനെ കറങ്ങാൻ കുറച്ചിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എന്തായാലും വരും കേട്ടോ. നിങ്ങളെല്ലാം സ്റ്റേ ട്യൂൺ കാണിച്ചിടാം. ഇതൊരു തിയേറ്റർ കേട്ടോ. സൗദിയിൽ ആക്ച്വലി ഇപ്പൊ അടുത്താണ് തിയേറ്റർ വരാൻ തുടങ്ങിയത്. പക്ഷെ ബഹ്റൈനിൽ നമുക്ക് പണ്ട് മുതലേ തിയേറ്റർ ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഈ തിയേറ്റർ കാണിച്ചിരുന്നോ എന്ന് എനിക്ക് സംശയം കേട്ടോ. അൽ ഹംറ സിനിമ. ഇവിടെ ഇപ്പൊ കളിക്കുന്ന സിനിമ സിക്ക കക്കിയ ഏതോ ഒരു മൂവി കളിക്കുന്നത്. ആലപ്പുഴ ജിങ്കാനുണ്ടോ? ഇല്ല, ആലപ്പുഴ ജിങ്കാനുണ്ട് ഇവിടെ. അത് കാണില്ല കേട്ടോ, വേറെ ഏതോ കളിക്കുന്നുണ്ട്. ഇവിടെ മെയിൻ കുഴപ്പമെന്ന് അറിയോ, ഇവിടെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ വണ്ടി അവിടെ പാർക്കിംഗ് ഇട്ടൊക്കെ റിയാദിലും സൗദിയിൽ എവിടെയെങ്കിലും അങ്ങനെ ധൈര്യത്തോടെ പാർക്കിംഗ് ഇടോ. 2 ടയർ പുറത്ത്, 2 ടയർ ഉള്ളിലും. കാരണം ഇവിടെ ഈ വീക്കെൻഡ് ആകുമ്പോൾ സൗദിയിൽ ഒരുപാട് ആൾക്കാർ വരും. വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നം കേട്ടോ. അപ്പോൾ തോന്നുന്നു എല്ലാവരും ഫുട്പാത്തിൽ അവിടെയൊക്കെ വണ്ടി കയറിയിട്ടൊരു പോക്കാണ്. ഇങ്ങനെ അറ്റൻഷൻ നിൽക്കാനല്ല. എന്താ ഇത്, ഞാൻ ഇവരോട് നിൽക്കാൻ പറഞ്ഞതാണേ. തിങ്കളാഴ്ച വരുമ്പോ അവിടെ കാണൂലേ മറൂഫേ? എവിടെ ഉണ്ടാവില്ലേ? മറൂഫില്ലാണ്ട് ഞാൻ ദമ്മാമിലേക്ക് വരില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഓഫ് റോഡ് കേട്ടോ. ഇവന് ഇത് ഓഫ് റോഡ് വണ്ടിയാന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്താണ്. ഓഫ് റോഡാണ്. ഇവിടെ ആക്ച്വലി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ജുഫൈർ എന്ന് പറഞ്ഞ ഏരിയ ഇതാണ് ഏറ്റവും കൂടുതൽ അടിപൊളി നടക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ. അപ്പൊ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ഒക്കെ റോഡ് പൊളിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇയർ എന്നോട് കൂടി ശരിയാവും കേട്ടോ. ഇതാണ് വണ്ടി കേട്ടോ. വണ്ടി ഏതാന്ന് ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഇവന്റെ വണ്ടി. നമ്പർ ഉണ്ട്. ഈ നമ്പർ ഏകദേശം ഒരു 10-40,000 റിയാൽ റേറ്റ് ഉണ്ട്. നാട്ടിലത്തെ ഒരു 10 ലക്ഷം രൂപയുടെ നമ്പർ റേറ്റ് ഉണ്ട്. ഞാൻ പൊതുവെ വണ്ടികൾ കാണിക്കൽ കുറവാണ്. ബൈക്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടി ഒരു പ്രത്യേക കളറാണ്. ഇതെന്ത് കളർ? ചാണകമാണോ ഗ്രീനാണോ? മലയാളത്തിൽ പറഞ്ഞ ചാണകപ്പച്ച. ചാണകപ്പച്ച കളറായിട്ട് ഇത്. ഓക്കെ, ബേക്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയത് ജോർദാനിൽ പോയി കറങ്ങിയിട്ട് വന്നു. എത്ര മൈലേജ് കിട്ടി വണ്ടിക്ക്? 8 കിട്ടി. 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ മൈലേജ് കിട്ടി. 84 യൂക്കോൺ, GMC യൂക്കോൺ 84 കേട്ടോ. ഓക്കെ, ബൈ ബൈ. ദമാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവരോട് ബൈ ബൈ പറഞ്ഞിട്ട് നേരെ പോണത് ബഹ്റൈനിലെ തെരുവുകളിൽ എവിടെയാണ്. ഇവിടെ എണ്ണ അടിക്കലുണ്ട്. ഇവിടെ ആക്ച്വലി സൗദിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് വളരെ കുറവാണ്. 1 ലിറ്റർ കിട്ടുന്ന ഭയ്യ 200 പീസ്. 2 കേട്ടോ. അപ്പോൾ സൗദിനെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവ് ഇവിടെ. പിന്നെ ഇവിടെ വേറെ മെച്ചം വെച്ചാൽ നമുക്ക് സൗദി റിയാലൊക്കെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ബഹ്റൈനി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏത് കറൻസിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ കിട്ടും. പക്ഷേ മെയിനായിട്ട് കാർഡില്ല, ക്യാഷ് ഉള്ളി. ഇതാണ് ഫ്യൂൽ സ്റ്റേഷൻ. 95 അടിക്കുന്നത്. 95, 91 M7. 95, 91. ഓക്കെ, 97 95 ആയിട്ട് അടിക്കുന്നത്. പിന്നെ ഇവിടെ ലോക്കൽ ഓടാണ്, അവിടെ നമുക്ക് മൈലേജ് ഇഷ്യൂ വരുന്നില്ല. ഇതാണ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? അല്ല, സാധാ ഹോട്ട്സ്പോട്ട്. നിങ്ങളുടെ അടുത്ത് പഴയ മോഡൽ ചാർജർ അല്ലേ?
ഇത് എൻ്റെ ചെറിയ ഗിഫ്റ്റാണ് കേട്ടോ. ഓ ഓക്കെ, ഞാൻ അത് മേടിക്കാൻ എത്ര രൂപയ്ക്ക്. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഈ ചാർജ് കണ്ടാ? സോറി ഭയ്യ, സോറി. ഈ പോർട്ട് യൂസ് ചെയ്താ കേട്ടോ. ഈ പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതന്നെ ഹോട്ട്സ്പോട്ട് ഇരിക്കണമല്ലോ. മതി. ഇൻ കേസ് ചാർജ് ഇല്ലെങ്കിൽ ഫുൾ ചാർജ് ആണ്. പാസ്വേഡ് എത്ര? പാസ്വേഡ് ഒന്നുമില്ല. കുത്തി ഓൺ ചെയ്തപ്പോൾ തന്നെ ചെക്ക് ചെയ്തായിരിക്കും. ഓൺ ചെയ്തന്നെ. തീർച്ചയായിട്ടും ബ്രോ, താങ്ക് യു സോ മച്ച്. ഉദ്ദേശിച്ച പേര് പറഞ്ഞോ വീഡിയോയിൽ? എൻ്റെ ദാസാണ്. ക്യാമറ കോളാം ഇപ്പം വേണ്ടത്. എന്താവശ്യമില്ല ഞാൻ ബേറിലുണ്ട്. എന്താവശ്യമില്ല വിളിച്ചോ. താങ്ക് യു. നമ്മുടെ നവാസ് ഭായിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഓക്കെ, നവാസ് ഭായിൻ്റെ ഫ്രണ്ടാണേ. അപ്പോൾ ഇവിടുന്ന് എനിക്ക് നെറ്റില്ല. അപ്പം നമ്മുടെ സംസാരം നെറ്റില്ല എന്ന് കണ്ടപ്പം പുള്ളി എന്നോട് തന്നെ പുള്ളിയുടെ മോഡൽ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എടുത്തു കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ബഹ്റൈൻ്റെ സർക്യൂട്ടിലേക്കാണ്. കാരണം നമുക്ക് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, ചെറിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമുക്കൊരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ അവിടത്തേക്കാണ് പോണത്. ഞാൻ കാണിച്ചു കേട്ടോ. ഓക്കെ, ഇതേ നമ്മുടെ ഫ്രണ്ടാണ്, ബഹ്റൈനിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ബഹ്റൈൻ വന്നപ്പോൾ നമ്മൾ പുള്ളിയുടെ വണ്ടിയുടെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ലെറ്റ്സ് ഗോ. യാ, അപ്പം പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഓക്കെ, എന്നുവെച്ചാൽ ഓവർലാൻഡിൽ ഒരാളെ വീഡിയോ ഒക്കെ കാണിച്ചല്ലോ കഴിഞ്ഞ പക്ഷേ ഞാൻ വന്നപ്പം പുള്ളി കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഒരു ഡ്രിഫ്റ്റിംഗ് പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കണ്ടിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റ് എന്നെ ഇൻവൈറ്റ് ചെയ്ത കേട്ടോ. ടെടങ്. സോ ഇന്ന് നമുക്ക് കുറച്ച് ബഹ്റൈനിലൊക്കെ പരിചയപ്പെടാം. ഞാൻ ഓപ്പോസിറ്റ് കേട്ടോ, വന്ന് ബാക്ക് സൈഡാണ് വന്നത്. ഓ, ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടല്ലോ. Okay. Here, I'll park here. So how's your things? Well, all good. So what is going on here actually? Today, this is the fourth round of the Bahrain Drift Championship. National Championship. National Championship, yes. We have people from the GCC taking part. Oh, in every country? Yeah. No, we have people coming to Bahrain for this championship. Okay. And welcome to the Bahrain International Circuit. This is your first time here, I believe. Yes, last time I saw, but I didn't came actually. Yeah. So this is Burashid. He's one of our chiefs here and head of the Drift Commission. How are you? Good. Good. Yes. Hi. Thank you. And Hi, he's Shakir. the next Shakir. rally driver. Good, mashallah. You'll enjoy your time today here. Yeah. I know you're a car guy. Is it done or? No, we just finished the practice, I believe. So do you have the race now? Yeah, we are having the qualifying now. Okay. Salman's car. Okay. And he's the Bahrain top drifter. Oh, your country drifter. Yes. Okay. He's local, and this is his pro car. So which car is this one actually? This is Silvia S30. Nissan Silvia. This is left-hand drive. As you see. And this is the setup. Good. And Salman is known as DK, Bahrain's DK. DK, Drift King. Yeah, Drift King. Okay, mashallah, super. It's a right-hand drive car, which belongs to Sheikh Jabir bin Ali Al Khalifa. He's from the royal family. Oh, it belongs to Sheikh. Yeah, he's from the royal family. Sheikh Jabir is here somewhere. Yeah, he's here. Good. So it's a right-hand vehicle. Yeah, he loves right-hand drive cars, like you guys in India. Yeah. And he imports all his cars from Japan. But it is legal to ride in Yes, road? in Bahrain nowadays, yes, it's legal. This car is legal. Yeah, you can import cars from I outside. think this is the first car I have seen the right-hand. Right-hand, there is so many cars in Bahrain. There are a couple of cars, okay. and Sheikh Jabir, I believe, all his cars are right-hand drive. Good. Which one you have the This next? is the Super Street, and this is Isa's car. Isa is also somewhere here, Okay. and he's the champion. And Oh, it's of a left-hand this actually. category. Yeah. Of this category, which is the Super Street. So you saw the Pro, the Street, and this is the Super Street. So 3 categories we have. So who was the last winner? He won in this category, he won in that category, and he always wins in that category. So There we is have 3 always, champions, yeah. always. Always, yeah. How many years he's been racing? Salman, I believe he started this back in the street, and now I think he started this from 2008. 2008. Officially, yeah, officially. ഇത് But no, different cars, not in this car. 2008 മുതൽ റേസ് ചെയ്യുന്ന വണ്ടിയാണ്. ഈ കാറിലെ ഡ്രൈവറാണ്. ഒരിക്കലും പുള്ളി പരാജയപ്പെട്ടില്ല. ഓ, ഈസ് എ ഗൈ. ഓക്കെ. പുള്ളി ഇതുവരെയായിട്ട് പരാജയപ്പെട്ടില്ല കേട്ടോ. വൺ ഓഫ് ദ ഗൈ. ഓക്കെ. ആ സൗണ്ടൊക്കെ നോക്കി നിങ്ങൾ. This car look is heavily modified, like even the door. ഓക്കെ. ജസ്റ്റ് യു ക്യാൻ പുട്ട്. ഓക്കെ.
ഇവിടെ പോലീസ് A പിടിക്കട്ടെ. crazy Nissan 350, and I can send you videos later on of this car getting on fire, and people love this car. In the burnout competition. Oh, he's a racer. Yeah, Mishal is the owner of the car. പുള്ളിയുടെ വണ്ടി കേട്ടത്. നല്ല അടിപൊളി സ്മെല്ല്, നല്ല പെട്രോളിന്റെ സൂപ്പർ സ്മെല്ല്. വാവ്. ഇത് വണ്ടി നോക്കിയത് BMW കേട്ടോ. BMWന്റെ 2-3 സാധനങ്ങളുണ്ട്. These cars, like most of them, they are not road legal. This car is road legal. This car, as you can see, has a racing number plate. 120. So R120 must start with an R. Racing. This is a racing number plate, so he cannot drive it on the street. It's only for samples. But in racing vehicles also you have the registration. There is, yeah. There is. ഇവർ ആക്ച്വലി റേസ് ചെയ്യുന്ന വണ്ടികളില്ലേ, റേസ് ചെയ്യുന്ന വണ്ടികൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ Only if you want to take your car outside and like participate outside Bahrain. So you have to have. ബഹ്റൈൻ്റെ പുറത്തേക്ക് റേസിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള വണ്ടികളുണ്ട്. അതാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അത് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചില്ല, ഇവരിപ്പോൾ എടുത്ത് പിക്കാണ്. അന്നേള് എന്ത് രസമാണ് നോക്കിയേ. സെറ്റ് കേട്ടോ. ഓക്കെ, ഇത് സ്റ്റോക്ക് വണ്ടിയാണ്. ഈ റേസിന് സ്റ്റോക്ക് വണ്ടിയാണ്. സോ ഏതായാലും ഞാൻ തിരിച്ചു പോകാം കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ. Habibi, it's my pleasure, wallah. My pleasure to see you. നമുക്കതിലും പോകാം. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതിനും കിട്ടിയത്. കാരണം ഇത്രയും നല്ലൊരു പരിപാടി നാളെ എന്നോട് ഗസ്റ്റായിട്ട് വരാൻ പറ്റുന്നുണ്ട്. അതുപോലെ തിങ്കളാഴ്ച വരെയും ഇവിടെ ചെറിയ പരിപാടി എടുത്ത് അത് കാണാനും പറ്റുന്നുണ്ട്. ഞാൻ അതിലും പറയാം. ഓക്കെ, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നലെ വെള്ളിയാഴ്ചത്തെ വീക്കെൻഡെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ബഹ്റൈൻ ടൂറിസ്റ്റിലാണ് ആ പോണത്. ടൂറിസ്റ്റിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. ഇതാണ് ബഹ്റൈൻ സിറ്റി സെൻറ്റർ കേട്ടോ. ഇപ്പം നമ്മുടെ ദുബായിൽ ദേര സിറ്റി സെൻറ്റർ ഉണ്ട്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ സിറ്റി സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് ബഹ്റൈൻ സിറ്റി സെൻറ്റർ. ഞാൻ ആക്ച്വലി മീറ്റ് ചെയ്യാൻ വന്ന ലൊക്കേഷൻ എനിക്ക് തെറ്റിപ്പോയാൽ, ഞാൻ വരേണ്ട ലൊക്കേഷനിലല്ല വന്നത്. അപ്പം ഞാൻ തിരിച്ചു വന്നു കേട്ടോ. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടുന്ന് 1 കിലോമീറ്ററിനുള്ളിലായിരുന്നു എൻ്റെ ലൊക്കേഷൻ. പിന്നെ വേറെ കാര്യം, ഈ സൗദിയിലൊക്കെ വരുമ്പം ഗൂഗിൾ മാപ്പിനെ ഒരിക്കലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. കാരണം ഗൂഗിൾ മാപ്പ് നല്ല രീതിയിൽ പണി തരുന്നുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിരുന്നു ഈ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. കാരണം റിയാദ് സിറ്റിയിലൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിനെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ ഒന്ന് കെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ ലൊക്കേഷനിലൊക്കെ പോവാണ്, ബാക്ക് ടു. ഞാൻ നമ്മുടെ ലൊക്കേഷനിലെത്തി. അപ്പം നമ്മൾ കഴിഞ്ഞോടെ വന്ന് നമ്മൾ പരിചയപ്പെട്ട എല്ലാവരും ഇത്തവണ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മുടെ ആൻഡി ബ്രോനെ കാണിക്കാം. ആൻഡി ബ്രോ, ഹലോ, വെൽക്കം ബാക്ക്. ഓക്കെ, എത്ര വർഷം നമ്മളിപ്പോൾ കണ്ടിട്ട്? 2 years ആയി. ഇപ്പോൾ 2 years ആയി. 2 വർഷത്തിന് ശേഷം വീണ്ടും ബഹ്റൈനിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരണ ഇവിടേക്ക്. എന്താ, തീർച്ചയായിട്ടും ഈ കൺട്രി നമുക്ക് വരാതിരിക്കാൻ പറ്റും. Happy to have you back and all the best. Okay, for your future journey, and good you stop in Bahrain. It's a home for you, I know that. Yeah. But last time you came with your family and kids, and this time I don't know, hope next time you come with your family again. So we change. So we have a special guest, huh? Hello. Yeah, say hi. Hi everyone. Actually, last time he was wearing that kandura, Yeah. but now he's in a normal dress. Yeah. So my name is Yusuf Lori. No, everyone know that actually. Yeah, they call me the half Mallu, by the way, because I really like Kerala and I like
Kerala and the people of Kerala, of course, and would like to welcome you. Would like to welcome you in Bahrain again, and this is 2 years ago we met, we celebrated, and hopefully we continue meeting each other and to inspire more youth. So what the idea is not only just to travel, but it's also you have a message you want to share with people where we like, and we this is good as an inspirational. So there are many followers of you, and I'm sure this trip will be a successful one. കഴിഞ്ഞ തവണ ഞാൻ അറിയാലോ നമ്മൾ ഫോർച്യൂണർ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ സക്സസ് ആയിട്ട് നമ്മൾ UK പോയി ഫിനിഷ് ചെയ്തിട്ട് വന്നു. അതിന് മുന്നേ ആമിനാൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് പണി കിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് കോവിഡിൻ്റെ പ്രശ്നമല്ല കേട്ടോ. എൻ്റെ എല്ലാ യാത്രകളും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല എല്ലാവരും ഫിനിഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, പക്ഷേങ്കിൽ എൻ്റെ യാത്രകളൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രകൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നീട് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൗഡാണ്. അല്ലാതെ നമ്മളൊരു യാത്ര പകുതിക്കിട്ട് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയതെങ്കിൽ അടുത്ത തവണ നമ്മൾ പോയ വഴിയിൽ ഇതുപോലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ടി വരും. സോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇപ്പം ഈ ഒരു പ്ലേസിൽ ഈ ഒരു മാരിയറ്റ് ഞങ്ങൾ പണ്ട് നമ്മൾ ഫോർച്യൂണർ എടുത്ത് വന്നപ്പം ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് എടുത്തിരുന്നു, നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഫോട്ടോസ്. ഇന്ന് അതേ സ്പോട്ടിൽ നമ്മുടെ ഗോൾഡ് വിങ് കേട്ടോ. പക്ഷേ ഇന്ന് പകവിലേക്ക് 2 കുട്ടികളുണ്ടെന്നതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. സോ യു റിമെമ്പർ വി കെപ്റ്റ് ദ കാർ ഇൻ ദ സെയിം പ്ലേസ് ആൻഡ് വി ടുക്ക് ദ പിക്ചർ ലാസ്റ്റ് ടൈം 2 years ago. 2 years ago, yeah. Yes, with the family. And yeah, alhamdulillah, we are here today again. Yes, welcome. Yeah, we are here. Bike is faster in the ഭയങ്കര ഹാപ്പി കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് നന്ദി ഇങ്ങനെ തന്നെ പറയാൻ പറ്റേ. കാരണം നമ്മൾ 2 വർഷം നമ്മൾക്ക് അപകടങ്ങൾ കൂടാതെ ഒരു പ്രശ്നങ്ങൾ കൂടാതെ നമ്മുടെ ജീവിതം നിലനിന്നു. നമുക്കൊരു അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ജീവിതം നിലനിർത്താൻ പറ്റും. പ്ലസ് ഒരു പ്രശ്നങ്ങളില്ലാത്ത സാമ്പത്തികപരമായിട്ടാണെങ്കിലും എന്താണെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് യാത്ര തുടങ്ങാനും ഈ വണ്ടി കൊണ്ടുവരാനും ഇവിടം വരെ എത്താനും സംഭവിച്ചു. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞേ പറ്റും. അതാണ് അതിൻ്റെ ഒരു നമ്മൾ സാധാരണ ലൈഫ് ജീവിക്കുന്ന ഒരാൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ വന്ന് ഈ ഒരു മൊമെൻറ്റ് എനിക്ക് ഇത് പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുമില്ലേ, അതിന് എനിക്ക് പറയാനുള്ള ഏക ആൻസർ എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് വിടാം. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ നമ്മൾ മലയാളത്തിൽ മീറ്റപ്പ് ഉണ്ട്, അങ്ങോട്ടേക്കാണ്. താങ്ക് യു ഗായ്സ്. സോ ഐ ക്യാൻ എക്സിറ്റ് ഫ്രം ദിസ് സൈഡാ? ഓക്കെ. പിന്നെ ഇവരൊന്നും ചെറിയ ആൾക്കാരല്ല, ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടില്ലേ ഡ്രിഫ്റ്റിങ്ങിൻ്റെ അവിടെ എന്നെ സഹായിക്കുന്ന എൻ്റെ ഫ്രണ്ട് ബഹ്റൈനി എന്നുവെച്ചാൽ എന്നെ കൂട്ടി ഉള്ളിൽ പോയില്ലേ? ഓക്കെ, പുള്ളി വർക്ക് ചെയ്യുന്ന എവിടെ അറിയോ? ഇവിടുത്തെ എമിഗ്രേഷനിലാണ്. പുള്ളിയൊക്കെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവരെ വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഇവരുടെ വസ്ത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഇവരൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. പക്ഷേ ഇവരൊക്കെ ഭയങ്കര പവർഫുൾ ആൾക്കാർ കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ ഞാനിവിടെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് ചെയ്യും ആരൊക്കെയാണ് മീറ്റ് ചെയ്തില്ല. ബഹ്റൈനിലെ വൺ ഓഫ് ദ ടോപ്പ് ലെവൽ ടീംസിൽ നിന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെയും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നമുക്ക്. ഏതായാലും നന്നായി. സോ ഞാനിവിടെ എത്തി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബഹ്റൈനിലെ സ്വന്തം ഓഫ് റോഡ് ക്ലബ്ബ് മെമ്പേഴ്സ് കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ ഇങ്ങനെ ക്ലബ്ബ് ഇല്ലായിരുന്നു, ഒരുപാട് വണ്ടിപ്രാന്തമാണ്. ആരാ സംസാരിക്കുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിൽ? ജാട കാണിക്കാണ്ട് ആരെങ്കിലും വാ കൂടുതൽ ലക്ഷം മൊഞ്ചനാണ്. ഓക്കെ, പിന്നെ ഏകദേശം 1 വർഷത്തോളമായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. അല്ലേ, ഒരു 2 വർഷമായി തുടങ്ങിയിട്ട്. GCCന്റെ പല ഭാഗങ്ങളിലും ഇവിടുന്ന് പോയിട്ട് നമ്മൾ ഈ ചെറിയൊരു രാജ്യത്താണെങ്കിലും നമ്മൾ സൗദിന്റെ ഒക്കെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പോവാറുണ്ട്. എൻജോയ് ചെയ്യാൻ. എത്ര മെമ്പേഴ്സ് ഉണ്ട് ക്ലബിൽ? ഏകദേശം 36 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും ബഹ്റൈനിലെ ആൾക്കാരുണ്ട്. ആരാ ഫൗണ്ടർ? ആരാ ഇതിന്റെ? ഇവൻ ആക്ച്വലി എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. 2 പ്രാവശ്യം ഉണ്ട്. ഞാൻ എൻ്റെ ബേക്കിൽ ചേസി പിടിക്കുന്ന കണ്ടു സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. എൻ്റെ പേരെന്താ? നീ ഫൗണ്ടർ മോളാ? ഭാവിയിൽ എടുക്കാണ്ടോ വണ്ടി? ഓക്കെ, എന്താ ബ്രോ പറയാനുള്ളത്? എന്താണ് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഫൗണ്ട് ചെയ്യാനുള്ള ഒരു ഇതുവരെ കാരണം? നമുക്ക് അങ്ങനെ ഒരു മലയാളി ക്ലബ്ബ് ഇവിടെ ഇല്ലേനും, അപ്പോൾ നമ്മൾ ഒരു 3 ആൾക്കാർ കൂടി സെറ്റായി ക്ലബ്ബായി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മെമ്പേഴ്സിനെ ആയിട്ട് എങ്ങനെയാണ് ഗ്രൂപ്പിൽ? അതിനെ പറ്റിയിട്ട് തെൻവീർ എങ്ങനെ ഫാമിലി ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റിയാണ്. മെയിൻലി ഞങ്ങളൊരു പ്ലാന് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ്ലി നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തു നമ്മളെ NK വ്ളോഗ് വഴി. ഞങ്ങൾ നല്ലൊരു NK വ്ളോഗിന് നല്ല പരസ്യം തരുന്നുണ്ടോ? ഞാൻ കട്ട് ചെയ്യും പക്ഷെങ്കിലേ നല്ലൊരു റീച്ച് ബഹ്റൈനിലുള്ളവർ കൊടുത്തു. അങ്ങനെ കുറെ പൈസ കൊടുത്തിനാ? ഇല്ല നിങ്ങൾ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൊടുത്തതല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് പോകാണ്ട്? അങ്ങനെ ഒരുപാട് പുതിയ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ പുതിയ മെമ്പേഴ്സൊക്കെ ആയിട്ട് വന്നു. ഇത്തിരി ഈ ഒരു 2 വർഷം കൊണ്ട് അൽഹംദുലില്ലാ 36ഓളം മെമ്പേഴ്സ് ഉള്ള ഏറ്റവും വലിയ ഈ ടീമിന്റെ ഏറ്റവും വലിയ ബോണ്ടാണ് മിസ്റ്റർ ജോഷ്. എവിടെ ഈ പറയുന്ന ആൾക്കാരെടുത്തോ? എന്താ മിണ്ടല്ല, ഒച്ചപ്പടക്കല്ല. നിങ്ങൾ ബാക്ക് ബെഞ്ചസ് ആണല്ലോ. ഇവർക്കാണ് നമ്മുടെ സ്റ്റാർട്ട് ഈ ഫൗണ്ടേഷനിലെ മെമ്പേഴ്സ് ഒക്കെയാണ്. ഇംതിയാസ് മറ്റേ ലേറ്റസ്റ്റ് പുതിയ മെമ്പർ ആരാ? latest member is from the Bronco member. ആരാ? Bronco. ബേക്കിലേക്കല്ല, മുമ്പിൽ വാ. എന്താണ് നിങ്ങളുടെ ക്ലബിൽ ഇവിടുത്തെ ആൾക്കാർക്ക് കയറാൻ വേണ്ടി എന്താണ് ഒരു ക്രൈറ്റീരിയ? 4x4 വണ്ടി ഉണ്ടാവണം. വണ്ടി ഇനി ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഉണ്ടായാൽ മാത്രം പോരാ, വണ്ടി ഇറക്കാനും ഓടിക്കാനുള്ള മനസ്സുണ്ടാവണം. പൊടി തുടച്ചിട്ട് വീട്ടിൽ വെക്കുന്ന ആൾക്കാരാണ് ഇങ്ങോട്ട് വരണ്ട. ശരിയല്ല ഞാൻ പറഞ്ഞേ? ഇത്രയും വലിയ പൈസന്റെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക പൊടി തുടച്ച് വീട്ടിൽ വെക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും പറ്റിയ പണിയല്ലല്ലോ ഓഫ് റോഡിന്നല്ലേ. ഓക്കെ, ഡ്രൈവിംഗ് സെഷൻസ് ഉണ്ടാവല്ലോ ഓരോ വീക്കിലും പുതിയ എവിടെ പോക്ക്? നിങ്ങൾ ബഹ്റൈനിലെ ഡിസൈഡിലല്ലോ. മെയിൻലി അതർ കൺട്രീസ് ആണ്, ഖത്തർ, അതേപോലെ സൗദി. സ്റ്റാർട്ടേഴ്സിന് ബിഗിനിങ് അഡ്വാൻസ് ലെവലിലേക്കൊക്കെ പോകാൻ ട്രെയിനിങ് കിട്ടും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാലേ ഇവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടില്ല, പക്ഷേ ഇവർ ക്രിക്കറ്റ് കളിക്കും. അതാണ് അതിൻ്റെ അവസ്ഥ. ഇവർക്ക് ഇവിടെ വണ്ടി കൊണ്ടുപോകാൻ ഓഫ് റോഡ്സ് ട്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാൽ ഇവർ സൗദിയിലും അവിടെയൊക്കെ പോയിട്ട് ഇവർ എന്താ പറയുക ഓഫ് റോഡ് പോകും, അവർ റൈഡ് പോകും. അതൊരു പാഷൻ്റെ പുറത്താടോ. പിന്നെ ഒരു മറ്റു മലയാളികൾ മാത്രമല്ല മറ്റ് ആൾക്കാർ ഇതിലുണ്ട്. ഇവരവർ ലാംഗ്വേജ് അവർ നോക്കുന്നില്ല. മെയിനായിട്ട് എല്ലാവരും സമയം കിട്ടുമ്പോൾ എവിടെയെങ്കിലും സൗദിയാണ് മെയിനായിട്ട് പോകാറ്. റീസെൻ്റ്ലി ഇപ്പോൾ ഖത്തർ പോയിട്ട് വന്നു. പിന്നെ ഇപ്പോൾ ആക്ച്വലി അടുത്ത ഫ്രൈഡേ റിയാദ് പോകുന്നുണ്ട്. പക്ഷേ ഇത് 2ാമത്തെ തവണയാണ് എനിക്ക് ബഹ്റൈനിൽ ഒരു മൊമെന്റ് കിട്ടുന്നത്. കഴിഞ്ഞ തവണ പ്ലഷർ റൈഡേഴ്സിനൊക്കെ മൊമെന്റ് ഉണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് റൈഡ് ചെയ്തിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്യാമറമാനെ പിടിച്ചിടാം. ഇത് സ്ക്രീന് കെട്ടാം കേട്ടോ, പക്ഷെ കട്ടാക്കണ്ടേ. ഇനി റെക്കോർഡ് ഇട്ടല്ലേ? അപ്പോൾ താങ്ക് യു ബഹ്റൈൻ ഓഫ് റോഡേഴ്സ്. ഇവിടെ വരുന്ന ആൾക്കാർ വാ. നമ്മളങ്ങനെ റൈഡ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചായ കുടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ ഈ ലൊക്കേഷനുണ്ട്. ചായയെല്ലാം കുടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, ഇനിയിപ്പോൾ നേരെ റൂമിൽ പോകണം. റൂമിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങൾ അടുത്ത വീഡിയോ കാണാം. വേറെ ഒന്നുമല്ല, ഓൾറെഡി ഒരുപാട് കണ്ടന്റ് ഈ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഞാൻ ബഹ്റൈനിൽ റിയാദിലേക്ക് പോവുകയാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ അതെനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇടാം. താങ്ക് യു സോ മച്ച് ഗൈസ്. കാരണം ഇങ്ങനെയുള്ള മൊമെൻറ്റിലും നമ്മളെ കൈവിടാതെ നമ്മൾ കൂടെ നിൽക്കുന്നൊരു മറുപടി ബിഗ് തിന്നാണ്. ബഹ്റൈൻ ഓഫ് റോഡേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും. എന്നെ കൂടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. തീർച്ചയായും മെസ്സേജ് ചെയ്യുന്നത് ഞാൻ ഓൾവേസ് കൂടി ഉണ്ടാവും. അടിപൊളി വീഡിയോസിനുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാം.